ഹായ് ഡിയേഴ്സ്. ചില ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണം എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇന്ന് ഞാൻ അപ്പോ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ എന്നെ മറന്നിട്ടില്ലാലോ. എന്റെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് മാലയുടെ കളക്ഷൻസ് ആണ് ഇന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് സാരിയുടെ ഒപ്പം ചുരിദാറിന്റെ ഒപ്പം കുർത്തിയുടെ ഒപ്പം ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ മാലയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള വില കുറവില് കിട്ടിയിട്ടുള്ള കുറെ മാലകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഫസ്റ്റ് കാണിച്ചിട്ടുള്ള മാല വന്നിട്ട് ട്രഡീഷണൽ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ വന്നിട്ട് ഇത് നമുക്ക് സാരിയുടെ ഒപ്പവും കുർത്തീസിന്റെ ഒപ്പവും നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഈ മാല വന്നിട്ട് ഒരു ചോക്കട്ട് ടൈപ്പ് ആണ്. ഇത് നമുക്ക് കേരള സാരിയുടെ ഒപ്പമൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല വൈഡ് ആയിട്ടുള്ള നെക്കിന്റെ ഒപ്പം ഇത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. കുർത്തി ആണെങ്കിലും ചുരിദാർ ആണെങ്കിലും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ. ഈ ഹെവി ഇയറിങ്സ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു മാല മാത്രം യൂസ് ചെയ്താൽ മതി. ഞാൻ അങ്ങനെയാട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല ഭംഗിയാട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതും ഇത്ര വില കുറവിലും മീഷോയിൽ നിന്ന് കിട്ടും. ഇതൊന്ന് നോക്കൂ. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടതാണ്. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ഇടാൻ കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ പാർട്ടി വെയർ ഡ്രസ്സിനൊപ്പം സിമ്പിൾ ഔട്ട്ഫിറ്റിനോ ഒരേപോലെ നല്ല ഒരു സിമ്പിൾ ലുക്ക് തരുന്ന ഒരു ചെയിൻ ആണ് ഇത് ഞാൻ മിക്കവാറും മിക്ക ഡ്രസ്സുകളുടെ ഒപ്പവും ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഇതില് ടാഗ് ചെയ്യുന്നുണ്ട്. ഈ മാല ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഈ മാല കുറച്ച് സ്റ്റൈൽ ഉള്ളത് കൊണ്ട് യങ് ഗേൾസിന് കൂടുതൽ ഇഷ്ടപ്പെടും. കുർത്തിയുടെ ഒപ്പം ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റും. ക്വാളിറ്റി ഓക്കെ ആയതുകൊണ്ട് എസ്പെഷ്യലി പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ഒരു ഗുഡ് പ്രോഡക്റ്റ് ആട്ടോ. അപ്പൊ അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെയിനാണ്. ഞാനിത് സാരിയുടെ ഒപ്പം വെയർ ചെയ്യാറുണ്ട്. ഇത് നല്ല ക്യൂട്ട് ആയിട്ടുള്ളതാണ് കേട്ടോ. സിമ്പിൾ ഡ്രസ്സിനോ കുർത്തിക്കോ മാച്ച് ചെയ്യും. സൂപ്പർ ആയത് കൊണ്ട് ഇത് കണ്ടപ്പോ തന്നെ ഞാനിത് ഓർഡർ ചെയ്തിട്ടോ. നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഡെയിലി വെയറിനും ഫങ്ഷനും ഒക്കെ നമുക്ക് ഈ ചെയിൻ യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇതൊരു ഹെവി ആയിട്ടുള്ളതാണ്. ഇതും അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഓവറോൾ പറഞ്ഞാല് മീഷോയിൽ നിന്ന് വാങ്ങിയ ഈ മാലകൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് നല്ല കളക്ഷനും നമുക്ക് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ക്വാളിറ്റി ഡിഫറെന്റ് ആയേക്കാം. അതുകൊണ്ട് റിവ്യൂ നോക്കിയിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഒരു രസകരമായ കാര്യമാണ് ഈ വീഡിയോയിൽ ഇപ്പൊ കാണുന്നത്. എന്റെ കുഞ്ഞുമോനാണ് കേട്ടോ ഈ വീഡിയോയിൽ എനിക്ക് മാലയൊക്കെ ഇട്ട് തന്ന് വീഡിയോസ് ഒക്കെ എടുത്ത് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരുന്നതും ഫുള്ള് എന്റെ മോനാട്ടോ. ഇപ്പൊ ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള മാല വന്നിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ മിക്ക കുർത്തീസിന്റെ ഒപ്പവും ഇത് വെയർ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് കാണിച്ചിട്ടുണ്ടായി. അതിലേതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അത് ഞാൻ വേണമെങ്കിൽ അതിന്റെ ചീപ്പായിട്ടുള്ള പ്രൈസ് ആണ്. വേണമെങ്കിൽ അത് ടാഗ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് മേടിക്കാനും നോക്കുക. അതുപോലെ തന്നെ നല്ല രസമാട്ടോ. ഇപ്പൊ നമ്മളുടെ ഗോൾഡിനൊക്കെ ഒരുപാട് റേറ്റ് ഉള്ള സമയമാണ്. അപ്പൊ നമ്മ ഇതുപോലെ ഹെവി ആയിട്ടുള്ള ഗോൾഡ് ഒക്കെ വെയർ ചെയ്ത് പുറത്തു പോയാൽ അതൊക്കെ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ചെയിനൊക്കെ വെയർ ചെയ്ത് നമുക്ക് പാർട്ടികളിലും ഓഫീസിലാണെങ്കിലും ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറെ മാലയുടെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ മാലയുടെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് ഒന്ന് കമന്റ് ചെയ്യണം. അതുപോലെ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ ടിപ്പുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.